കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ മലയാളി കരുത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. സഞ്ജു സാംസൺ എന്ന ഒറ്റയാന്റെ മികവിൽ ഇന്ത്യ വിൻഡീസിനെ പരാജയപ്പെടുത്തി 2026 T20 ലോകകപ്പിന്റെ സെമിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. സെമിയിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇംഗ്ലീഷ് പരീക്ഷയാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സൂര്യകുമാർ യാദവും സംഘവും നീലക്കുപ്പായത്തിൽ ഇറങ്ങുന്നത് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ മാത്രമാണ്. സഞ്ജു സാംസണിന്റെ മികവിൽ വിൻഡീസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാകും ഇംഗ്ലണ്ട്. 2010, 2022 T20 ലോകകപ്പിൽ കിരീടം അലമാരയിൽ എത്തിച്ച ഇംഗ്ലണ്ട് ഇത്തവണയും ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇംഗ്ലീഷ് ടീമിന്റെ ബാറ്റിംഗ് ബോളിംഗ് മികവല്ല ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത്, അത് സ്വന്തം പാളയത്തിലെ കുറവുകൾ തന്നെയാണ്. ബാറ്റിംഗിലേക്ക് നോക്കിയാൽ ടോപ്പ് ഓർഡറിലെയും മധ്യനിരയിലെയും തെളിഞ്ഞു നിൽക്കുന്ന വീക്ക് പോയിന്റുകൾ നിരവധിയാണ്. പരിശീലകൻ ഗൗതം ഗംഭീർ ഇക്കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുള്ള പ്രധാന സൂചനയാണ് ഓപ്പണിംഗ് ജോഡിയിൽ അഴിച്ചുപണി നടത്തി ഇഷാൻ കിഷനെ മൂന്നാമനാക്കി സഞ്ജു സാംസണെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ക്രീസിലേക്ക് എത്തിക്കുകയെന്ന നിർണായക തീരുമാനം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലേക്ക് തന്നെ നോക്കാം. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര തനി സ്വഭാവം കാണിച്ചതൊഴിച്ചാൽ മറ്റൊരു മത്സരത്തിലും അതുണ്ടായില്ല. ഇന്ത്യ T20 ലോകകപ്പിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ പേരാണ് അഭിഷേക് ശർമ്മയുടേത്. എന്നാൽ അഭിഷേകിന് തൻ്റെ പ്രതാപത്തിലേക്ക് എത്താനാകുന്നില്ല. തുടർച്ചയായ 3 ഡെക്കുകൾ എന്ന നാണക്കേടിലേക്ക് അഭിഷേകിനെ എത്തിച്ച ടൂർണമെന്റ് കൂടിയാണിത്. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ താരം മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയിരുന്നു. എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 10 റൺസുമായി മടങ്ങി. 6 മത്സരങ്ങളിൽ നിന്ന് 80 റൺസാണ് താരം ഇതുവരെ നേടിയത്. അഭിഷേകിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന താരമായിട്ട് പോലും ഇഷാൻ കിഷൻ വലിയ സ്കോറിലേക്ക് എത്താത്തത് ടോപ്പ് ഓർഡറിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. താരം ഭേദപ്പെട്ട സ്കോർ നേടുന്നുണ്ടെങ്കിലും ഇഷാനിൽ നിന്ന് ടീം ആഗ്രഹിക്കുന്നത് അത്തരമൊരു ഇന്നിങ്സ് അല്ല. എന്നാൽ 7 മത്സരങ്ങളിൽ നിന്ന് 224 റൺസ് ഇഷാൻ നേടിയിട്ടുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രതീക്ഷ കാക്കുന്നുണ്ടെന്ന് പറയാമെങ്കിലും പലപ്പോഴും വലിയ ഇന്നിങ്സ് താരത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല. 7 മത്സരങ്ങളിൽ നിന്ന് 231 റൺസ് ക്യാപ്റ്റൻ നേടിയിട്ടുണ്ട്. തിലക് വർമ്മ അവസരത്തിനൊത്ത് ഉയർന്ന് മധ്യനിരയിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. 7 മത്സരങ്ങളിൽ നിന്ന് 178 റൺസ് താരം സ്വന്തമാക്കി കഴിഞ്ഞു. ഹാർദിക് പാണ്ഡ്യ 7 മത്സരങ്ങളിൽ നിന്ന് 172 റൺസും ശിവൻ ദുബെ അത്രയും മത്സരങ്ങളിൽ നിന്ന് 166 റൺസും നേടി. സഞ്ജുവിലേക്ക് വന്നാൽ വെറും 3 മത്സരം കളിച്ച സഞ്ജു 143 റൺസാണ് സ്വന്തമാക്കിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 97 റൺസാണ് സഞ്ജുവിന് നേട്ടമായത്. ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു ഓപ്പൺ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഞ്ജു ഓപ്പണിംഗിലേക്ക് എത്തിയതോടെ ഇടത് ബാറ്റർമാരെ കുത്തിനിറച്ച ടോപ്പ് ഓർഡർ എന്ന പഴി അവസാനിച്ചു. സഞ്ജുവിൽ നിന്ന് തുടർന്ന് മികച്ച ഇന്നിങ്സ് ആവും സൂര്യയും ഗൗതം ഗംഭീറും പ്രതീക്ഷിക്കുന്നത്. ബോളിംഗ് നിരയിലേക്ക് നോക്കിയ ജസ്പ്രീത് ബുംറ പ്രതീക്ഷ കാക്കുന്നുണ്ട്. വിൻഡീസിനെതിരെ 4 ഓവറിൽ 36 റൺസ് വഴങ്ങി 2 നിർണായക വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത്. ഹർഷദീപ് സിംഗ് പലപ്പോഴും പ്രതീക്ഷ കാക്കുന്നില്ല എന്ന് തന്നെ പറയാം. വിൻഡീസിനെതിരായ മത്സരത്തിൽ 4 ഓവറിൽ വിട്ടുകൊടുത്ത് 43 റൺസാണ്. വിക്കറ്റൊന്നും നേടാനുമായില്ല. സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ 3 വിക്കറ്റ് വീഴ്ത്താൻ സാധിച്ച ഹർഷദീപ് സെമിയിൽ പഴയ പ്രതാപത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രകടനമാണ് ലഭിക്കുന്നതെങ്കിൽ തൻ്റെ കഴിവിനൊത്തുള്ള പ്രകടനം നടത്താൻ വരുൺ ചക്രവർത്തിക്ക് സാധിക്കുന്നില്ല. വിൻഡീസിനെതിരെ 1 വിക്കറ്റാണ് താരത്തിന് നേടാനായത്. അക്സർ പട്ടേൽ വിൻഡീസിനെതിരെ 4 ഓവറിൽ 35 റൺസാണ് വഴങ്ങിയത്. വിക്കറ്റൊന്നും നേടാനുമായില്ല. ബാറ്റിങ്ങിനൊപ്പം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും സ്ട്രോങ് ആയാൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരെ ആശങ്കപ്പെടേണ്ടതില്ല. T20 ലോകകപ്പിന്റെ ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യക്ക് മുൻതൂക്കം അവകാശപ്പെടാനാകും. 5 തവണയാണ് ഇരു രാജ്യങ്ങളും T20 ലോകകപ്പിൽ ഏറ്റുമുട്ടിയത്. ഇതിൽ 3 തവണ ഇന്ത്യ ജയിച്ചപ്പോൾ 2 തവണയാണ് ഇംഗ്ലണ്ടിനെ ജയിക്കാനായത്. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ 218 റൺസാണ്. ഇംഗ്ലണ്ടിന്റെ ഉയർന്ന സ്കോർ ആകട്ടെ 200 റൺസും. ഇന്ത്യക്കെതിരായ ഇംഗ്ലണ്ടിന്റെ കുറഞ്ഞ ടീം സ്കോർ 80 റൺസും ഇന്ത്യയുടേത് 150 റൺസുമാണ്. T20 നേർക്കുനേർ കണക്ക് നോക്കുമ്പോഴും ഇന്ത്യക്ക് മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും. 29 മത്സരങ്ങളിൽ നേർക്കുനേർ എത്തിയപ്പോൾ 17 തവണയും ഇന്ത്യക്ക് ജയിക്കാനായി. 12 തവണയാണ് ഇംഗ്ലണ്ടിന് ജയിക്കാനായത്. ഈ കണക്കുകൾ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് പറയാം.